കർത്താവിന്റെ വചനം സംസാരിപ്പാൻ തിരുമേശയിൽ സംബന്ധിക്കുവാൻ ദൈവം എന്നെ സഹായിച്ച മുഖാന്തരങ്ങൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ശാരീരികമായ ഒത്തിരി ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ജയകരമായി ഇന്ന് പകൽ കർത്തൃനാമത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവത്തിനെ സഹായിച്ച മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം ആരംഭത്തിൽ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കട്ടെ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും നിന്റെ മേലിരിക്കുന്നത്. കൈകൊടുത്ത് പറഞ്ഞ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ കൂടെയുണ്ട്. എവിടെങ്കിലും നീ അകന്നു പോയാൽ, ഒരുപടി നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, ഒരുപടി നിന്റെ കണ്ണുനീര് കുറഞ്ഞു പോയാൽ, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ കൂടെയുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ നീ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നാൽ, നിനക്ക് നേരെ ആയുധങ്ങൾ വന്നാൽ, നിനക്ക് നേരെ ദുഷ്ടന്റെ വെല്ലുവിളികൾ വന്നാൽ, നിനക്ക് നേരെ ദുഷ്ടന്റെ മൽപ്പിടുത്തം വന്നാൽ, നിനക്ക് നേരെ അവന്റെ അമ്പകൾ വന്നാൽ, പ്രാർത്ഥനയിൽ ജാഗരിച്ചു നിൽക്കുന്ന ഒരു ദൈവഭക്തന് വിരോധമായി അവൻ ദുഷ്ടനത്ര കൂട്ടുകൊണ്ടുണ്ടാക്കിയാൽ അത് നിന്നെ മുടിച്ചു കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വിശുദ്ധ കരങ്ങളെ തൊട്ട് ദൈവത്തിന് സ്തോത്രം പറയണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം പോലും കരയുന്ന ഒരു ഭക്തന് വിരോധമായി നിന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ, നിന്റെ അസ്ഥികളെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ ആമേ സ്തോത്രം ദാരിയാവേശിന്റെ രാജാവിന്റെ ശക്തി എത്ര നിനക്ക് നിന്നെ ബലം പിടിച്ചാൽ ഇന്ന് വരെ ജയം നിന്റേതായിരിക്ക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വിശുദ്ധ കാലമുയർന്ന ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പുതുവർഷത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ കേട്ട സങ്കീർത്തനക്കാരൻ വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടരുത്. 7-ാം അധ്യായം 7-ാമത്തെ വാക്യം 112 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയം ഭയപ്പെട്ടു പോകരുതോ, നീ ഭയപ്പെടരുത്. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നീ എവിടെങ്കിലും ഭയന്നു പോയെങ്കിൽ ഈ വർഷം ഭയത്തിന്റെ വർഷമല്ല, ജയത്തിന്റെ വർഷമാ. ഈ വർഷം ഭയത്തിന്റെ വർഷമല്ല, ഈ വർഷം ജയത്തിന്റെ വർഷമാ. എന്നോട് ചേർന്നത്തിന് പേർക്ക് കരമുയർത്ത ദൈവത്തിന് സ്തോത്രം പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെട്ടതൊന്നും നിന്റെ കൂടെ വരുവാൻ ഈ വർഷം സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെടുന്നതൊന്നും നിന്റെ ഭവനത്തിന്റെ പടികയിൽ വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് കരങ്ങൾ പഠിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം പറയണം എന്ന് പറയാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 46-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വേഗം വായിക്കാം. ആമേൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 46-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിന്റെ അകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ധൈര്യം ക്ഷയിച്ചു പോകരുത്. മാത്രമല്ല നീ ഭയപ്പെടരുത്. ദേശത്ത് വലിയ വലിയ ചൂട് സ്തോത്രം ഈശാന മുതൽ കാറ്റുകൾ തിരയടിച്ച് കയറിയാൽ നിന്റെ വീട്ടിൽ അത് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പെരുവെള്ളം ഇരച്ച് കയറി വന്നാൽ എന്റെ അടുക്കലോട്, നിന്റെ ഭവനത്തോട്, നിന്റെ തലമുറ അടുക്കലോട്, നിന്റെ ഭാവി വഴിക്കകത്ത്, നിന്റെ ശരീരം മൺപാത്രത്തിൽ അത് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമായിട്ട് ശക്തിയോട് ദൈവത്തിന്റെ സ്തോത്രം പറയണം. അത് നിന്റെ അടുക്കലോട്, നിന്റെ പടിവാതിലകത്ത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ നന്മക്കകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ തലമുറയുടെ കൂടെ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് മുതൽ വിശ്വസിക്കുക. ഇന്ന് മുതൽ ദൈവങ്ങളുടെ തീരുമാനമായിരിക്കുക. ഇന്ന് മുതൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് മുതൽ വിശ്വസിക്കുക. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നീ ഭയപ്പെടരുത്. ദൈവം ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്ത വാക്യമാണ് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്.
എന്താ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തവാക്യം? റോമർ 8:32 ഇങ്ങനെ വായിക്കുന്നു, സ്വന്തം പുത്രനെ എന്ന് പറഞ്ഞാലേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലതും ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? എത്ര പേര് പകൽക്കാലം ഈ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന കാര്യം ഉയർത്ത ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. ഇങ്ങനെ പറയാം, അവനോട് കൂടെ സകല വാഗ്ദത്തങ്ങളും നിനക്ക് നൽകും. ഒന്ന് കൈകൊടുത്ത് പറയാം, അവനോട് കൂടെ സകല വാഗ്ദത്തങ്ങളും നൽകും. അവനോട് കൂടെ, യേശു ക്രിസ്തുവിനോട് കൂടെ സകല വാഗ്ദത്തങ്ങൾ നിന്റെ പടിക്കകത്ത് കയറി വരും. നീ തകരുമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് പറഞ്ഞ നീ ഉയർച്ച പ്രാപിക്കുമെന്ന ദൈവവചനത്തിലൂടെ നീ വായിച്ചതെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൽ അഭിഷേകന്മാർ കണ്ണുനീരിൽ പ്രാർത്ഥിച്ചെന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ പടിക്കകത്ത് ഈ 2013 കയറി വരുമെന്ന് ആത്മാർത്ഥതയോടെ പറഞ്ഞ എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. അഭിഷേകന്മാർ കണ്ണുനീരിൽ നിനക്ക് വേണ്ടി കുറിച്ചു തന്ന വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, വ്യത്യസ്തമായ നിലവാരത്തിൽ അത് നിന്റെ ഭാഗത്തിന് അകത്തേക്ക് അവൻ കയറി വരുമെന്ന് ഉറപ്പേറെ പറഞ്ഞ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ വാഗ്ദത്തം എന്തായിരുന്നാലും അത് നിന്റെ അകത്ത് കയറി വരും. നീ വായിച്ചുകൊണ്ടിരിക്കുന്ന വാഗ്ദത്തം നിന്റെ ഭവനത്തിൽ വരും. എത്ര പേര് പകൽക്കാലം വിശ്വസിക്കുന്നു? അവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഓടിച്ചാൽ അവിടെ ഇപ്രകാരം ഒരു ചരിത്രമുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സീസർ, സ്തോത്രം, 900 ഇരുമ്പ് രഥങ്ങളോടുകൂടെ ഇസ്രായേൽ മക്കളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കാലം 20 വർഷമായി സീസർ ഇസ്രായേൽ മക്കളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദെബോര എന്നവൻ പറയുന്ന ഒരു പെൺകുട്ടിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം പറഞ്ഞു, ആമേൻ, ദൈവം അവളോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ആമേൻ, സീസറിനെ തകർത്ത് കളയുവാൻ ഞാൻ ബാരാക്കിനെ കണ്ടിരിക്കുന്നു. ഇന്ന് പറഞ്ഞാൽ എന്താ പറയുന്നറിയാമോ? നിന്നെ ഞെരുക്കുന്ന ശത്രു നിന്റെ ഭവനത്തിനകത്ത് കയറി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് കഴിഞ്ഞ വർഷം ഈ സഭയെ പോരാടി നിൽക്കുന്ന ശക്തികൾ, സഭയ്ക്കകത്ത് ആത്മീയ സന്തതികൾ പോരാടുന്ന ശക്തികൾ, സഭയ്ക്കകത്ത് ആത്മീയ തലമുറയെ പോരാടുന്ന ശക്തികൾ, സഭയ്ക്കകത്ത് ആത്മീയ കുഞ്ഞുങ്ങളെ പോരാടുന്ന ശക്തികൾ, ഇന്ന് പകൽ അതിനെ ജയിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ നിങ്ങളുടെ പകരമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ ഇന്ന് പകൽ ഇറങ്ങി വരുന്നു. എനിക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കുറെ അമ്മണി എന്ന് പറയുന്നത് 900 ഇരുമ്പുരച്ചങ്ങൾ 4-ാം അധ്യായത്തിലാണ് വീട്ടിൽ വായിക്കണം. 900 ഇപ്പൊ വായിക്കണ്ട, ശ്രദ്ധിച്ചോ. ആമേൻ, 900 ഇരുമ്പുരച്ചങ്ങളുള്ള സീസർ, ആമേൻ, അവന്റെ ലക്ഷ്യം ഇസ്രായേൽ മക്കളെ ഞെരുക്കുക എന്നുള്ളതാണ്. ഒന്ന് കൈകൊടുത്ത് പറ, ഈ വർഷം നിന്റെ ഞെരുക്കത്തിന്റെ വർഷമല്ല, നിന്റെ വിശാലതയുടെ വർഷമാണ്. 2013 നിന്റെ ഞെരുക്കത്തിന്റെ വർഷമല്ല, നിന്റെ കൈകളുടെ അധ്വാന ബലത്തിന് സമൃദ്ധിയുടെ വർഷമാണ്. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവരുടെ ഇന്ന് പകൽ മുതൽ അടയാളങ്ങളുടെ ആരംഭങ്ങൾ വെളിപ്പെടുവാനുള്ളത്. വിശ്വസിക്കുന്നവരുടെ ഇന്ന് പകൽ അടയാളങ്ങളുടെ ആരംഭങ്ങൾ വെളിപ്പെടുവാനുള്ളത്. വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. നന്ദി രാവിലെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ പോസ്റ്റ്മാൻ ബെല്ലടിച്ചു. സ്തോത്രം പറയുന്നില്ല. നന്ദി രാവിലെ വീട്ടിൽ കയറി ചെല്ലപ്പോൾ പോസ്റ്റ്മാൻ കോളിംഗ് ബെല്ലിട്ടു. ഓടിച്ചെന്നു. ചോദിച്ചു. ചെന്നപ്പോൾ പാസ്റ്റർ രജിസ്റ്റർ വന്നിട്ടുണ്ട്. സ്തോത്രം. പെട്ടെന്ന് കയ്യിലെടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു വാങ്ങി പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്നാണ് അക്കമിട്ട ഒരു നല്ലൊരു തുക ദൈവം എന്റെ കരങ്ങളിൽ തന്നു. ഞാൻ എന്തിനു പറഞ്ഞറിയോ? നീ വിശ്വസിക്കുന്ന പകൽ മുതൽ അത്ഭുതത്തിന്റെ ദിവസമാക്കി നിന്നെ മാറ്റാൻ പോവുക. അത്ഭുതത്തിന്റെ ദിവസമാക്കി ദൈവത്തിനെ മാറ്റാൻ പോവുക. അടയാളങ്ങളുടെ ദിവസമാക്കി നിന്നെ മാറ്റാൻ പോവുക. നീ ഞെരുക്കത്തിന്റെ കഥ പറയുന്ന വർഷമല്ല, നീ ഞെരുക്കത്തിന്റെ ബുദ്ധിമുട്ടിലിരിക്കുന്ന വർഷമല്ല. നിന്നെ സാമർത്ഥ്യങ്ങൾക്ക് കൊണ്ടുവരുക. എന്റെ ദൈവത്തിന്റെ ശകല് നിന്റെ വാഗ്ദത്തങ്ങളെ എഴുന്നേൽപ്പിക്കുക. എന്റെ ദൈവത്തിന്റെ ശകല് ശക്തമായി പ്രവാഹം പോലെ ഒഴുകി വരുന്ന വർഷമായി 2013 വരാൻ പോകുക.
ദെബോര പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്നറിയാമോ? ബാരക്കനോട് പറഞ്ഞു, നീ സീസറെ തോൽപ്പിക്കും, പക്ഷേ അതിന്റെ ബഹുമാനം നിനക്ക് കിട്ടത്തില്ല. ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിരിക്കുന്നു, ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നേ. അതിന്റെ ബഹുമാനം ഞാനൊരു സ്ത്രീയുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ആ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ, കൂടാരത്തിൽ മുട്ടുമടക്കി ആരാധിക്കുന്ന ഒരു ദൈവ പൈതല. മനസ്സിലായ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം വരണം. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവ പൈതല, ആത്മാവിൽ ദാരിദ്ര്യമുള്ള ദൈവ. അവരെ ആഗ്രഹം ദൈവത്തോട് കൂടുക, അവരെ ആരാധന ദൈവത്തോട് കൂടുക, അവരുടെ പ്രാർത്ഥന ദൈവത്തോട് കൂടുക, അവരുടെ കണ്ണുകൾ ദൈവത്തോട് കൂടുക. ആവേശമുള്ള ഒന്നിന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം നിന്നത് ദൈവം ആ പട്ടണത്തിൽ ഒത്തിരി ബുദ്ധിമാന്മാരുണ്ട്. പക്ഷെ അവരുടെ വരുന്ന ദൈവം വാഗ്ദത്തം എഴുതിയില്ല. അവിടെ ആദ്യത്തെ വാക്കിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, ഞാനൊരു സ്ത്രീയുടെ മേൽ ആ ബഹുമാനം പകരാൻ പോവുകയാണ്. അവൾ കൂടാരവാസിനിയ. അവളുടെ പേരാണ് യായേൽ. യായേൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കാട്ടാടെന്ന. അവൾ ഘോരമായ കാടിനകത്താ പാർക്കുന്നത്. ദുഷ്ടക്രൂര മൃഗങ്ങളുടെ നടുവിൽ അവൾ ജീവിക്കുന്നത്. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാട്ടാടിനെ പറയാ ഇന്ന് പറഞ്ഞ് നിൽക്കുന്നതെങ്കിൽ നിന്റെ മേൽ തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ വർഷം നിന്റെ കൂടെ വരാൻ പോവുക. ഉടമന ഇന്ന് പകൽക്കാല നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തം നിന്റെ ഭവനത്തിനകത്ത് വരാൻ പോവുക. ഓ, നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തം നിന്റെ ഭവനത്തിൽ പണിയാൻ പോവുക. ഓ, നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തം നിന്റെ വീട്ടിനകത്ത് ഇന്ന് പകൽ വിശ്വസിക്കുക. ദൈവം അത് ചെയ്യുന്ന ഫലമായി ഇന്ന് പകൽ ദൈവത്തിനെ മാനിക്കുവാൻ തീരുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അവരുടെ പേരാണ് യായേൽ. ഇതിനെക്കുറിച്ച് പിന്നെ ദിവസം കൂടുതൽ സംസാരിക്കാം. തൊട്ടുപടാൻ പോവാ. അവരുടെ പേരാണ് യായേൽ. യായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം കാട്ടാണ്. അവൾ ഘോരമായ കൂരമം പിടിച്ച കാട്ടിനകത്ത പാർക്കുന്നത്. പക്ഷെ വിശുദ്ധിക്ക് വില കൊടുക്കുന്നവളാ. ഒരു ദുഷ്ടമൃഗങ്ങളെ തകർക്കാൻ നോക്കിയാൽ അവൻ പിടികൊടുക്കത്തില്ല. ഒരു ലോകത്തിന്റെ ശക്തിക്ക് അവൻ പിടികൊടുക്കത്തില്ല. ഇന്ന് അവൻ ലോകത്തിന്റെ ശക്തിക്ക് പിടികൊടുക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൈതലിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൻ ദൈവത്തിന്റെ വാഗ്ദത്തം മാറ്റിയെന്ന പോലെ ഭാരതത്തിന്റെ മേലല്ല ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. നിന്റെ മേലെ ദൈവ വാഗ്ദത്തം വരാൻ പോകുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ സീസറിനെ ജയിക്കുവാൻ അവരുടെ കയ്യിലുള്ളത് മായമില്ലാത്ത പാല. ഒന്ന് കൈ കൊടുത്ത് പറ, മായമില്ലാത്ത പാല് നീ എത്ര ശേഖരിക്കുന്നു അത്ര നീ ശത്രുവിനെ ജയിക്കുന്നു. വല്ലപ്പോഴും കൂട്ടാനേക്ക് വന്ന 100 സ്വത്രം പറഞ്ഞു പോകുന്ന നിന്നോടല്ല ഞാൻ പറയുന്നത്. മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കുന്ന ഓരോ ദിവസം ആരാധനയ്ക്കകത്ത് മുട്ടുമടക്കി, ഓരോ ദിവസം പ്രാർത്ഥനയ്ക്കകത്ത് മുട്ടുമടക്കി, ഓരോ ദിവസം കൂട്ടായ്മയ്ക്കകത്ത് മുട്ടുമടക്കി മായമില്ലാത്ത മായമില്ലാത്ത വാചന സംഭരിക്കുന്ന ഒരു പൈതലിന്റെ മേല ദൈവം വാഗ്ദത്തം അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സാധ്യം പറയണേ. രണ്ട് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 4-17 ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ സീസർ കാൽനടയായ സീസർ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കാൽനടയായി രഥത്തിൽ നിന്നിറങ്ങി ബാരാക്കിന് പിടികൊടുക്കാതെ എവിടേക്ക് പോയി? യായേലിന്റെ വീട്ടിലേക്ക് പോയി. അതിനടുത്ത വാക്യത്തിൽ ഒരു വാക്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യായേലിന്റെ കൂടാരത്തിൽ ശത്രു വരാനുള്ള കാര്യം പണ്ടൊരു പാരമ്പര്യ ബന്ധം ആ വീടുമായിട്ടുണ്ടായിരുന്നു.
ഒന്ന് കൈകൊടുത്തവർ 2013 പാരമ്പര്യ ബന്ധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വഭാവങ്ങൾ നിന്റെ അകത്ത് കടക്കരുത്. ഒരു പാരമ്പര്യ സ്വഭാവങ്ങൾ നിന്റെ ഉള്ളിൽ വരരുത്. ഒരു ജഡിക സ്വഭാവങ്ങൾ നിന്റെ അകത്ത് തല ഉയർത്തരുത്. ഒരു ദുഷ്ട സ്വഭാവങ്ങൾ നിന്റെ ഭവനത്തിൽ മുളയ്ക്കരുത്. ശത്രുവിനെ തകർക്കുവാനിടയാകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം പറയണം. പാരമ്പര്യ ശക്തികളോ നിന്റെ ഭൂരക്കകത്ത് കടന്നു വരാതിരിക്കണമെങ്കിൽ നീ അവരുമായിട്ട് വിടവരഞ്ഞവരായിരിക്കണം. നീ അവരുമായിട്ട് വിടവരഞ്ഞ പൈതലായിരിക്കണം. ചോദിച്ച പാരമ്പര്യ സ്വഭാവം ഉണ്ടാവും. സ്നാനപ്പെട്ട നിത്യം കുടിച്ചിട്ടില്ലേ? ഇതില്ല, ഒന്നുകൂടെ സ്നാനപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എന്നാലും വേണ്ടിയില്ല. ഇന്നെങ്കിൽ അത് കുടിച്ചിട്ടേച്ച പോകാവേ. ഒന്ന് കൈവിടുന്ന പറഞ്ഞ് കുടിച്ചിട്ടേച്ച പോകാവേ. ഒരു പ്രാവശ്യം കൊണ്ടിരിക്കാൻ മുങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ മുക്കാൻ. എന്നാലും വേണ്ടി അതിന് വ്യവസ്ഥയൊന്നുമില്ല. എന്നിരുന്നാലും നിന്റെ പാരമ്പര്യ സ്വഭാവം നിന്റെ കൂടാരത്തിൽ കാണരുത്. ഞാൻ ഇങ്ങനെ പറയാം. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാം റാഹേലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. റാഹേലിന്റെ സ്തോത്രം. ആമേൻ, അപ്പന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നിങ്ങൾ പറയുന്നില്ല. അപ്പന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അപ്പന്റെ വിഗ്രഹത്തെ അരയിൽ വെച്ച് മുറുക്കി കൊടുത്ത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മുന്നോട്ട് പോകാൻ അപ്പൻ ബഥേലിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ആമേൻ, അവൾ സ്തോത്രം അത് ഉടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതുകൊണ്ട് ആരും അവളെ കണ്ടില്ലെങ്കിലും ദൈവം അവളെ കണ്ടു. ഇന്ന് പകൽ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തില് 2012 നിന്റെ അകത്തുണ്ടായിരുന്ന പാരമ്പര്യ സ്വഭാവങ്ങൾ ഒന്ന് 2013 നിന്റെ കൂടെ കാണുക. മനസ്സിലായ കരങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം പറയണം. കാരണമുണ്ട് ഇന്ന് പകൽ ഒരു വിടുതൽ അനുഭവിക്കേണ്ട ദിവസമാണ്. വാഗ്ദത്തം അനുഭവിക്കേണ്ട ദിവസമാണ്. വാഗ്ദത്തം ജീവിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് മറ്റൊന്ന് ഇറങ്ങി തിരിച്ചു. വരയിൽ വെച്ച് ലാബാൻ കൂടെ വന്നു. യാത്ര തടസ്സപ്പെട്ടു. അച്ഛന് ടെൻഷൻ ഉണ്ടായി. യാക്കോബ് എന്താ കാരണം? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എന്താ വഴിയിൽ വെച്ചുള്ള പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, നിന്റെ കൂടെ കുട്ടിദൈവം വന്നിട്ടുണ്ട്. കുട്ടിദൈവം ഒരാളെ ചുമന്നാൽ അത് കുടുംബത്തിന് വിനാശമായിരിക്കും. അപ്പൻ ചുമന്നാൽ കുടുംബത്തിന് വിനാശമായിരിക്കും. അമ്മ ചുമന്നാൽ അത് കുടുംബത്തിന് വിനാശമായിരിക്കും. തലമുറ ചുമന്നാൽ അത് കുടുംബത്തിന് വിനാശമായിരിക്കും. ഒരെണ്ണം തെറ്റിപ്പോയാൽ അത് കുടുംബത്തിന് വിനാശമായിരിക്കും. മനസ്സിലാക്കുന്ന ഭാഷയിൽ ആ കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന് ശക്തിയോടെ എന്ന് കൈകൊടുത്തവർ കുടുംബമായി ഭക്തിയിലായിരിക്കണം. ഒരെണ്ണം തെറ്റിയത് കൊണ്ട് യാത്രയ്ക്ക് മുടക്കം വന്നു. മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തീർന്നില്ല. നിങ്ങൾ വീട്ടിൽ വായിക്കണം. ബൈബിൾ പറയുന്നു, ഒരടി മാത്രം ദൂരമുള്ളപ്പോൾ, അപ്പുറത്ത് വാഗ്ദത്ത നാട് നിൽക്കുമ്പോൾ, ഒരടി മാത്രം ദൂരം നിൽക്കുമ്പോൾ കണ്ടാസ്വദിച്ചല്ലാതെ അവൾക്ക് വാഗ്ദത്ത നാട് കാണാനിടയായില്ല. ഇന്ന് പകൽ ന്യൂ ലൈഫിലെ ദൈവമക്കൾ പാപസംബന്ധമായി ജയമെടുത്ത ദൈവമക്കളായിരിക്കട്ടെ. നിന്റെ വാഗ്ദത്ത നാട് നഷ്ടപ്പെടുവാൻ ഇടയാകാതിരിക്കട്ടെ. ബൈബിൾ പറയുന്നു, അവളെ വഴിയിൽ കുഴിച്ചിട്ട് കളഞ്ഞു. അവളെ വഴിയിൽ കുഴിച്ചിട്ട് കളഞ്ഞു. എത്തേണ്ട സ്ഥാനത്ത് അവിടെ എത്തുവാൻ ഇടയായില്ല. ഒന്നുകൂടെ കൈ കൊടുത്ത പാരമ്പര്യ സ്വഭാവം നിന്റെ കൂടെ വരണം. പാരമ്പര്യ സ്വഭാവം പറഞ്ഞു. സീസർ ഇതാ ആരുടെ വീട്ടിലേക്കാ വന്നേ?
കൂടാരവാസിയായി പാർക്കുന്ന യായേലിന്റെ വീട്ടിലവന് എപ്പോഴും ഒരു കാര്യം ഓർത്തണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവവൈതലിനോട് പിശാചിന് കൂടുതൽ പിടുത്തം. എന്താ ഇതിന്റെ കാര്യമറിയോ? നിന്റെ അകത്ത് കിടക്കുന്ന വെളിച്ചത്തിന്റെ ശക്തി ഇരുളിന്റെ ശക്തികളെ ജയിക്കുന്ന ശക്തിയാ. എത്രയൊക്കെ ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഒരു സാധാരണ അഭിഷേകമല്ല. ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ആമേ നിന്റെ പറയുന്നത് ഈ ലോകത്തിന്റെ ശക്തിയെ ജയിക്കുന്ന അഭിഷേകമാണ്. ഈ ലോകത്തിന്റെ ശക്തികളെ തകർക്കുന്ന ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം. അവൻ എങ്ങനെയെങ്കിലും നിന്നെ വേട്ടയാടണമെന്നാണ് അവന്റെ ലക്ഷ്യം. എപ്പോഴും ആത്മീകനെ വേട്ടയാടാൻ പിശാചിന് കൂടുതൽ ഇഷ്ടം. ആത്മീകനെ തകർത്താൻ അവന്റെ പദ്ധതി കൂട്ടമായി നടക്കും. ഇന്ന് മകൻ ഈ സഭയെ തകർക്കുവാൻ നോക്കുന്ന ഒരു വൻ സീസറി പട്ടണം കഴിയാൻ പോകുക. ഈ സഭയിലെ കുടുംബങ്ങളെ തകർക്കുവാൻ നോക്കുന്ന ഇവരുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുവാൻ നോക്കുന്ന നാമത്തിൽ അത് തകർന്നു പോകുന്ന ഒരു ദിവസമായി മാറാൻ പോകുക. എത്ര ഇന്ന് മകൾക്കാലം വിശ്വസിക്കുന്നു, ഇന്ന് മകൾ വിശ്വസിക്കുന്നു, എത്ര വിശ്വസിക്കുന്നുണ്ട് അവർക്കാണ് ദൈവത്തിനുള്ള സ്തോത്രം പറയുക. എന്നാൽ പ്രാർത്ഥനയിൽ വില കൊടുക്കുന്ന യായേൽ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 5-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നാരീജനത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ. അടുത്ത വാക്യം, അവൾ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. അടുത്ത വാക്യം, ദുഷ്ടൻ സീസർ അവളോട് തണ്ണീര് ചോദിച്ചു, പക്ഷെങ്കിൽ അവരുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. വചനമാകുന്ന പാൽ വല്ലതും കയ്യിലുണ്ടോ എന്ന്. എത്രയോ വചനം കേട്ടിട്ട് ഇവിടെ കൂടെ അങ്ങ് ഇറക്കി വിട്ടതല്ല, വല്ലതും അകത്തുണ്ടോ? ഒന്നുമില്ല. 2012 കേട്ടതുമില്ല, 2011 കേട്ടതുമില്ല, 2004 മുതൽ എന്റെ കൂടെ കേട്ടത് ഒന്നും അകത്തില്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നീ ജീവിച്ചാൽ പിശാചിനെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? നിന്റെ കുടുംബത്തെയോ നിന്റെ പട്ടണത്തെ വേട്ടയാടുവാൻ നോക്കുന്ന ദുഷ്ടക്കോര ശക്തികളെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ ഭയം ദൈവമക്കൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് മകൻ ജയമെടുക്കുന്ന ദിവസമായി മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ദൈവത്തിന്റെ കരങ്ങളെ അടിച്ച് അത് ദൈവത്തിൽ സന്തോഷിക്കണം. വചനത്തിന്റെ ശക്തിയാൽ നിനക്കതിനെ ജയിക്കാൻ കഴിയാം. ഇന്ന് മകൻ വചനത്തിന്റെ ശക്തിയാൽ മായമില്ലാത്ത വചനമകത്തുണ്ട്. കൈകൊടുക്കുന്ന കീടയൊന്നും കിടക്കല്ലേ. തിളപ്പിച്ചു വെച്ച പാലിനകത്ത് നല്ലൊരു പാറ്റ ചാടിയാൽ പാലുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല, പിന്നെ അത് വെള്ളത്തില്ല. അത് സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. പാലടച്ചു വെക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. ചേർന്ന് പറയാം, പാലടച്ചു വെക്കുക എന്നുള്ളത് നിന്റെ കടമയാ. വചനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് നിന്റെ കടമയാ. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് മകൻ ശത്രുവിനെ ജയിക്കുന്ന അഭിഷേകം ഇന്ന് മകൻ ദൈവാത്മാവ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവത്തെ പ്രാപിച്ച ദൈവങ്ങളെ ഇന്ന് മകൻ ഞാൻ ആത്മാവിൽ നിറഞ്ഞ പറയാം. ഇന്ന് മകൻ ശ്രീസ്വരനെ തകർക്കുന്ന ഒരു അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞു. അവൻ അവളോട് വെള്ളം ചോദിച്ചു. അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ വെള്ളമില്ല, എന്റെ കയ്യിൽ മായമില്ലാത്ത പാലുള്ള വചനമുണ്ട്. ഇന്ന് പകൽ വചനത്താൽ നിന്റെ വിടുതൽ നടക്കാൻ പോവുക. ഈ വചനത്താൽ നിന്റെ വിടുതൽ നടക്കാൻ പോവുക. ഈ വചനത്താൽ നിന്റെ വാഗ്ദത്തം എഴുതേൽക്കാൻ പോവുക. ഈ വചനത്താൽ നിന്റെ വാഗ്ദത്തം നിന്റെ ഭവനത്തിന്റെ അകത്തണത്തിൽ ഇറങ്ങി വരാൻ പോവുക. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ നീ ജയമായി മാറാൻ പോവുക. ഇന്ന് പകൽ തള്ളപ്പെട്ടു പോയ നിന്നെ ഇന്ന് പകൽ ഉയർച്ചയിലേക്ക് ദൈവം ഒരു മണിയോടെ ഉയർത്തുവാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിനുള്ള സ്തോത്രം പറയുക. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ അവൾ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. പറ്റുന്നോട് വായിച്ചേ. അവൾ പറഞ്ഞു, എന്റെ പക്കലുള്ള പാലുണ്ടല്ലോ, രാജകീയ പാത്രം. അന്ന് കൈ കൊടുത്ത് പറഞ്ഞു, നീ ഒരു രാജകീയ പാത്രം ആണോ എന്ന് ചോദിച്ചേ. നീ ഒരു രാജകീയ പാത്രം ആകണമെന്നുണ്ടെങ്കിൽ
ഞാനിങ്ങനെ പറയാം, നീ ഒരു വിശുദ്ധ ദൈവമായിരിക്കണം. അവരെയാണ് രാജകീയ പാത്രം എന്ന് പറയുന്നത്. അത് രാജാക്കന്മാരുടെ പാത്രമാണ്. ഇന്ന് പകൽ ന്യൂ ലൈഫിലെ ദൈവമക്കൾ രാജാക്കന്മാരുടെ പാത്രമാണ്, രാജകുമാരന്മാരുടെ പാത്രമാണ്. വിശ്വസിക്കുക, ഇന്ന് പകൽ നീ കൊടുക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, സാധാരണ കോട്ടകൾ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കരകളെ മടിച്ച് എന്റെ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നിന്നെ തകർക്കുക ഒരു ശക്തിന്റെ കണ്ണത്തില്ല. അധിക പോകുന്ന ഇരുമലങ്ങൾ അധിക വരുന്ന ഇരുമലത്തിന്റെ ശക്തികൾ, ഇരുമലത്തിന്റെ ശക്തികൾ, പട്ടണത്തിന്റെ ഇരുമലത്തിന്റെ ശക്തികൾ, നിന്നെ ജനിപ്പിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ, നാളുകളെ നിന്നെ വിട്ടുമാറാത്ത ശക്തികൾ ഇന്ന് പല നാമത്തെ നിന്നെ ജനിക്കുന്ന ശത്രു, നിന്നെ തകർക്കുന്ന ശത്രു, നിന്നെ മകന്റെ സാധ്യത പീഡിപ്പിക്കുന്ന ശത്രു, നിന്നെ രോഗിയാക്കുന്ന ശത്രു, നിന്റെ നന്മയെ ചൂഷണം ചെയ്യുന്ന ശത്രു, കുറിച്ച് സംസാരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. അവൻ രാജകീയ പാത്രത്തിൽ നിന്ന് എന്താ കൊടുത്ത ക്ഷീരം കൊണ്ടിട്ടു. വെള്ളം മാത്രമല്ല, അവിടെ മേലെ അഭിഷേകമുണ്ട്. അവൻ പറയും, എന്നെ ലക്ഷ്യമിട്ട് വന്ന ശക്തി ഇന്ന് പറഞ്ഞ ജയിക്കുകയാ. എന്റെ കുടുംബത്തിനകത്ത് ചാടിക്കറിയ, എന്റെ സമാധാനത്തെ കെടുത്തിയ, എന്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിച്ച, എന്റെ തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ ഭവനത്തെ വേട്ടയോടെ നോക്കുന്ന പാരമ്പര്യ ശക്തികൾ ഇന്ന് പകൽ ഈ ശരീരങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ അഴിയുകയാ, ഇന്ന് പകൽ നിന്റെ തലമുറയിൽ അഴിയുകയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ മാവ് നിന്റെ വേട്ടയാടുന്ന പാരമ്പര്യ രോഗങ്ങൾ ഇന്ന് പകൽ അഴിയുന്നു, ഇന്ന് പകൽ അഴിയുന്നു. നിന്റെ തലമുറയെ പിടിക്കുന്ന പാരമ്പര്യ ശക്തികൾ, നിന്റെ തലമുറയെ പിടിക്കുന്ന പാരമ്പര്യ ആയുധങ്ങൾ, നിന്റെ കുടുംബത്തിനകത്ത് വേട്ടയാടുവാൻ ലക്ഷ്യമിടുന്ന പാരമ്പര്യ ശക്തികൾ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന പൈതലിനെ ഇന്ന് പകൽ ദൈവത്തിനത്തെ ആശ്വാസങ്ങൾ വരാനുള്ള എത്തിക്കുവാൻ ലക്ഷ്യമിടുന്ന ശക്തികളെ ബൈബിൾ വായിക്കുന്നു. അവൻ രാജകീയ പാത്രത്തിൽ നിന്ന് കുറ്റിയെടുക്കാൻ അവൾ കൈ തന്റെ വലങ്കൈ എല്ലാം വ്യാഖ്യാനിപ്പാൻ സമയമില്ല. അങ്ങനെ 1 മണിക്കൂർ സംസാരിപ്പാൻ സമാരാധന വിടാൻ പോവാം. അവിടെ കൈ എവിടേക്ക്? വലങ്കൈ. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ വലങ്കൈ ദൈവസഭയ്ക്ക് വേണ്ടി കിട്ടണം. എന്റെ അർത്ഥം ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയ എഴുതിയ ലേഖനം 2-ാം അധ്യായം അവർ വാക്യം വായിച്ച് ഞങ്ങൾ ആ വാക്യത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ. അപ്പൊ വിൽസനെ നാട്ടുകാരോടൊക്കെ പറയണം, ഞങ്ങളുടെ ചർച്ചിൽ യേശു ക്രിസ്തുവാണ് മൂലക്കല്ല്. ഇവിടെ അടുത്തും വലത്തും ആരുമില്ല. സ്വതന്ത്രം വരുന്നില്ല. ഇവിടെ മധ്യസ്ഥന്മാരില്ല, പുണ്യവാളന്മാരില്ല, ഇവിടെ ധൂപപ്രാർത്ഥനയില്ല, ഇവിടെ ധൂപം കാട്ടില്ല. യേശു ക്രിസ്തു മാത്രം മൂലക്കല്ലായിരിക്കുന്ന സഭയാണ് ദൈവത്തിന്റെ സഭ. വിശ്വസിക്കുന്ന ദൈവമക്കൾ 2 കരകളെ മണിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. അവിടെ നിങ്ങൾ പള്ളിയിൽ നിന്ന് വേറെ ഇവിടെ പറഞ്ഞെന്ന് പറയുന്നു. സ്വന്തം വരുന്നില്ല. അവിടെ പലരും ഉണ്ട്.
വരുന്നില്ലല്ലോ. അവിടെ പല പുണ്യവാളന്മാരുടെയും പല വിധത്തിലുള്ള പ്രാർത്ഥനകളുമുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ പണിയപ്പെടുന്ന സഭ, അവൻ എങ്ങനെയുള്ള സഭ? യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വായിച്ചേ, അവനിൽ കൂടെ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് വളരുന്നു. അടുത്ത വാക്യം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടെ ഒരുമിച്ച് പണിയപ്പെടുന്ന സഭയ്ക്കും നേരെ അവൾ കൈനീട്ടപ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സീസറിന്റെ തലയെ തകർത്ത് കളയുവാൻ അപ്പോസ്തലിക ആരാധനയുടെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഇവിടെയുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ആത്മാവിൽ നിറയുന്ന ദൈവങ്ങളിൽ നിങ്ങൾ കണക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിങ്ങൾ മുടിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിങ്ങൾ അപമാനമാക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഓഹോ, നിങ്ങൾ പരസ്യമാക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവസഭയാണ് കൈനീട്ടിരിക്കുന്നത്. അവൻ പരസ്യമാക്കുക ദൈവമായി വലിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഇന്ന് പകൽ അങ്ങനാണെങ്കിൽ നാം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിലവിൽ ആരാധിക്കുന്ന ദൈവവേദന ചങ്കലിടുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ അഴിഞ്ഞു പോകുന്നത് എനിക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുക. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന അഭിഷേകമുള്ള ആരാധിക്കുന്ന സർവത്തിലും ചില ചങ്കലുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോ. പണിയപ്പെടുന്ന സഭയിലേക്ക് അവർ കൈനീട്ടി. പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ നേരെ അവൾ കൈനീട്ടി. ഇന്ന് അഭിഷക്തന്മാരുടെ പ്രാർത്ഥന നിനക്ക് നേരെ ഈ വർഷം വെല്ലുവിളിക്കുവാൻ എഴുന്നേൽക്കുന്ന കുട്ടി ശ്രീസർ ഇന്ന് പകൽ നിന്റെ പണിമാറാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ വ്യാപനത്തിന്റെ പരിശുദ്ധമായ ശക്തിയാൽ ആത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് പകൽ വേറൊരു ദിവസം ഇതിനെ കൂടുതലായി വ്യാഖ്യാനിക്കും. ഒരു വാക്യം മാത്രം വായിച്ചു 4-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയുണ്ട്. 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. ന്യായാധിപന്മാർ 4:20. അവൻ അവളോട് ആത്മാവിൽ നിറയുന്ന യായേലിനോട് നീ കൂടാരവാതിൽക്കൽ നിൽക്ക. നീ ഈ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്ക. വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന്. അതിന്റെ അർത്ഥം ദുഷ്ടശക്തികൾ ആത്മീകനെ ആയുധമാക്കാൻ ശ്രമിക്കുന്നു. ദുഷ്ടശക്തികൾ നിന്നെ ആയുധമാക്കാൻ നോക്കുന്നു.
ഇന്ന് പകൽ നീ പറയണം, ഞാൻ നിന്റെ ആയുധമാകുകയല്ല, നിന്റെ കുതികാലുകളെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയ എന്റെ മേൽ ഇന്ന് പകൽ പകർന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അസാധാരണമായ വീര്യ പ്രവർത്തികളുടെ വർഷമാക്കി പരിശുദ്ധാത്മാവിൽ സമയം മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി ദൈവത്തിന് ശക്തിയുടെ സ്തോത്രം പറയുന്നുണ്ട്. അവന്റെ ഉദ്ദേശം നീ അവന്റെ കാവൽക്കാരിയാകണമെന്ന്. ആരുടെ? സാത്താന്റെ. അവന്റെ കൈ കൊടുത്ത് പറയും, എന്നെ കിട്ടത്തില്ലെന്ന് പറയരുത്. കാരണം നിന്റെ അകത്ത് മായമില്ലാത്ത പാലുള്ളിടത്തോളം കാലം നിന്നെ കിട്ടത്തില്ല. മനസ്സിലായുള്ള കാര്യങ്ങൾ ഉയർത്ത ദൈവത്തിന്റെ സ്തോത്രം പറയാൻ. അടുത്ത അവന്റെ പദ്ധതി അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ പറയുന്നത് ഇങ്ങനെയാ, ആരെങ്കിലും ഇവിടെ എന്നെ അന്വേഷിച്ച് വന്നാൽ ഇല്ല എന്ന് പറയണം. നീ വാദിക്ക് നിന്ന് ഇല്ല എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് കള്ളം പറയിക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യം. കൈകൊണ്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് കള്ളം പറയിക്കുന്ന സീസണാണ്, നിന്നെ കൊണ്ട് നുണ പറയിക്കുന്ന സീസണാണെന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇല്ല വചനം പറയിക്കുന്ന സീസണാണെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ദൈവമക്കളെ, ഇന്ന് പകൽ അതിനെ ജയിക്കുന്ന ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ അതിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും നുണ പറയാൻ വന്നാൽ എന്താ വിളിക്കണം? സീസറെ പറഞ്ഞു, സീസറെ എന്ന് വിളിക്കണം. അപ്പൊ പറയും, ഞാൻ ബാരാക്കന്റെ പിടി വീഴാതെ ഞാൻ മുങ്ങിപ്പൊക്കി നടക്കുന്ന പുള്ളിയാണ്. എന്റെ കൈ പറഞ്ഞു, നുണ പറയില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി എന്താ പറയുന്നത്? കള്ളം, എന്താ പറയാ, ഭോഷ്ക്. അതുകൊണ്ട് പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി. 2 പത്രോസ് 1 പത്രോസ് 2 അധ്യായം 1-ാമത്തെ വാക്യം. 1 പത്രോസ് 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും ഈ സാമഗ്രികളെല്ലാം നീക്കിക്കളഞ്ഞ പുതുവർഷത്തിൽ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ തിരുമേശയിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. എന്തൊക്കെ മാറ്റിക്കളയണമെന്നോ പ്രവാചകന്മാരെ? സകല ദുഷ്ടതയും ആരും ചതിക്കില്ലെന്ന് പറഞ്ഞു. ദുഷ്ടതയൊന്നും കൊണ്ട നടക്കില്ലെന്ന് പറഞ്ഞത്, പാരമ്പര്യമൊന്നും കൊണ്ട നടക്കില്ലെന്ന് പറഞ്ഞത്, പഴയ സ്വഭാവം കൊണ്ട നടക്കില്ലെന്ന് പറഞ്ഞത്, അതൊക്കെ സ്നാനത്തിൽ നീ കുഴിച്ചിട്ടിരിക്കുന്ന പിന്നെ നിന്റെ തലയിൽ കൂടെ കയറി വാരുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വിശുദ്ധകാലം ഉയർത്ത ദൈവത്തിന് സ്തോത്രം പറയണം. സകല ദുഷ്ടതയും എല്ലാ ചതികളും വ്യാജഭാവവും, ഇതെല്ലാം ഇന്ന് വേർപ്പാൻ സമയം വേറെ ദിവസം. വ്യാജഭാവവും ചോദിച്ചാൽ അസൂയുണ്ടോ എന്ന് ചോദിച്ചു. അവരെന്താ പറഞ്ഞു? ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൈ കൊടുത്ത് ചോദിച്ചപ്പോൾ അസൂയ ഉണ്ടെന്ന് ചോദിച്ചു. ചോദിച്ചാൽ ജോസ്റ്റാന് കൈ കൊടുക്കാനാ പറഞ്ഞു. ജോസ്റ്റാന് കൈ കൊടുത്തിട്ട് ബസ്സിൽ പോയിട്ടുണ്ടോ? എല്ലാ അസൂയയും എല്ലാ നുണയും എന്ത് മോളെ നീക്കിക്കളഞ്ഞു. സൗകര്യമാരത്തോടെ കൈ കൊടുത്താൽ നുണ പറയല്ലേ എന്ന് പറഞ്ഞു. നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് നിന്റെ തുരുത്തിയിൽ നീ സൂക്ഷിച്ചാൽ നിനക്കെതിരെ വരുന്ന അമ്പുകളെ ജയിക്കുന്ന വർഷമായിരിക്കും 2013. മനസ്സിലായ കാര്യങ്ങളെ തട്ടി ദൈവത്തിന്റെ സ്തോത്രം നിർമ്മലമായ വചനത്തിന്റെ തുരുത്തിക്കകത്ത് സൂക്ഷിച്ച
വചനത്തിന്റെ അകത്തുള്ള